ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഈസി ആയിട്ടുള്ള നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ക്യാൻവാസ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് ഒരു 3.4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് 8 ഇഞ്ചാണ് കേട്ടോ. നമ്മളൊരു വി ഷേപ്പ് നെക്കാണ് ഇവിടെ വരയ്ക്കുന്നത്. എന്നിട്ട് താഴ്ഭാഗത്തും ആ ഒരു 3.4 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഫോൾഡഡ് സൈഡിൽ നിന്ന്, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്കൊരു 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യാം. നിങ്ങൾക്കിനി അതിൽ കൂടുതൽ വിഡ്ത്ത് വേണമെങ്കിൽ ഒരു 1.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഏറ്റവും മുകളിലത്തെ ആ ഒരു കോർണറിൽ നിന്ന് നമ്മളിപ്പോൾ താഴെ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ മാർക്ക് ചെയ്തതിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു വി ഷേപ്പുള്ള നെക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് ഞാനൊരു 1.5 ഇഞ്ച് വിഡ്ത്തിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ സൈഡിലേക്കും 1.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. മുകളിലും നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നെക്ക് വരുന്നത്. ഇനി നമുക്കിതൊരു തുണിയിലേക്ക് അയൺ ചെയ്ത് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് പശ വരുന്നുണ്ട്. ആ പശ വരുന്ന ഭാഗത്തിന് കുറച്ച് ഗ്ലേസിംഗ് ഉണ്ട്. ആ ഗ്ലേസിംഗ് ഉള്ള ഭാഗം നമ്മൾ തുണിയുടെ ചീത്ത വശത്തേക്ക് വെച്ച് ഒട്ടിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാൻറ്റിൻ്റെ തുണി ഉണ്ടെങ്കിൽ, ഇതിൻ്റെ തന്നെ പാൻറ്റിൻ്റെ തുണി ഉണ്ടെങ്കിൽ അത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, എടുത്ത് അറിയാനായിട്ട് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിതൊരു തുണിയിലേക്ക് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ടോപ്പ് മാത്രം സ്റ്റിച്ച് ചെയ്യാനായിരുന്നു തന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ പൂ രണ്ട് സൈഡിലും വരത്തക്ക വണ്ണമൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്, അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മളിതിൻ്റെ സൈഡ് ഭാഗം സാധാരണ നമ്മൾ ക്യാൻവാസിലേക്ക് അടിച്ച് പിടിപ്പിക്കുമല്ലോ, അത് ഞാൻ ചെയ്യുന്നില്ല. കാരണം 2 സ്റ്റിച്ച് വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇനി നമ്മളത് ചുരിദാറിലേക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒറ്റ സ്റ്റിച്ചിൽ നമുക്കത് അടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സെൻറ്റർ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചുരിദാറിൻ്റെ ചീത്ത വശം എടുത്ത് വയ്ക്കുക. നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, നല്ല വശത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ചിടുകയല്ലേ ചെയ്യുന്നത്. നേരെ മറിച്ച് ഇത് നമ്മൾ ചീത്ത വശത്ത് വെച്ച് അടിച്ചതിന് ശേഷം നല്ല വശത്തേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഫ്ലവർ കാണുമ്പോൾ ഇത് ചീത്ത വശമാണോ നല്ല വശമാണോ എന്ന കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ അത് ചീത്ത വശമാണ്. ആ പൂവിന് നല്ല കളറായിട്ടാണ്, ഇതിലും കളറാണ് നല്ല വശത്ത് കേട്ടോ. അപ്പോൾ എന്നിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. പിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ, ആ സെൻറ്റർ മാർക്ക് ചെയ്ത് നമ്മൾ ആ കുർത്തിയിലും അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സെൻറ്ററുകൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം നേരെ താഴേക്ക് അടിക്കുക. ഞാനിപ്പോൾ 2 സൈഡിലേക്കും അളന്ന് നോക്കണത് എന്താണെന്ന് വെച്ചാൽ 2 സൈഡിലേക്കുള്ള ആ ഒരു വിഡ്ത്ത് കറക്റ്റ് ആണോ എന്നാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നെക്ക് കുറച്ച് ചെരിവൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് അളന്നൊക്കെ നോക്കുക 2 സൈഡിലേക്കുള്ള വിഡ്ത്ത് കറക്റ്റ് ആണോ എന്ന്. അതിന് ശേഷം സെൻറ്ററിൽ കൂടി ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ആ കറക്റ്റ് സെൻറ്റർ എത്തി താഴെ നമ്മുടെ ആ ക്യാൻവാസ് എത്തില്ലേ, ആ ക്യാൻവാസ് എത്തുമ്പോൾ നമ്മളവിടെ നിർത്തുക. നിർത്തിയതിന് ശേഷം ആ ഒരു ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ ആ 3 സൈഡും അടിച്ചെടുത്തതിന് ശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതിന് ശേഷം നമ്മളിതൊന്ന് തിരിച്ച് വയ്ക്കുക. ഇപ്പം നമ്മുടെ കുർത്തിയുടെ നല്ല വശമാണ് പുറത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കുർത്തിയുടെ നല്ല വശത്തേക്ക് ഇങ്ങനെ പതിച്ച് വയ്ക്കുക. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഫ്ലവർ കാണുമ്പോൾ മനസ്സിലാവില്ല, നല്ലൊരു കളറുള്ളൊരു ഫ്ലവറാണ്. ഇതാണ് ഇതിൻ്റെ നല്ല വശം. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ എൻഡ് ഭാഗത്തോടെ നല്ലവണ്ണം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ ചെറിയ കാണി ഇട്ടിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക കേട്ടോ. ചെറിയ സ്റ്റിച്ച് ലെങ്ത് ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതവിടെ ഫിക്സ് ആയിട്ടിരുന്നോളും. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് ആ ഒരു ക്യാൻവാസിൻ്റെ ഒപ്പം മടക്കി തയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ 3 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതുപോലെ ഒന്ന് മടക്കി അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു പീസ് ഞാൻ 1.5 ഇഞ്ച് വിഡ്ത്തിലാണ് ആ ക്യാൻവാസ് എടുത്തേക്കണം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതിൽ കൂടുതൽ വീതി വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ചിൽ ഒക്കെ എടുത്താൽ കുറച്ചുകൂടെ വിഡ്ത്തിലിരിക്കും കേട്ടോ. താഴെയും നമുക്കതുപോലെ തന്നെ മടക്കി അടിക്കാം. താഴെ ഞാനൊരു 4 ക്യാൻവാസ് അല്ല, നമ്മുടെ പോട്ട്ലി ബട്ടൺ ഉണ്ടല്ലോ, അത് വെക്കുന്നുണ്ട്.
അപ്പോൾ അത് നമുക്കിതിൻ്റെ കൂടെ തന്നെ അങ്ങ് വെച്ച് പോവാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഒറ്റ സ്റ്റിച്ച് കൊടുക്കുക. അതാണ് ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്യാതിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഒറ്റ സ്റ്റിച്ചിൽ തന്നെ എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ച് നമ്മൾ താഴെ വരെ വന്നിട്ടുണ്ട് കേട്ടോ. താഴെ നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ പോട്ട്ലി ബട്ടൺ ഒരു 3-4 എണ്ണം വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 എണ്ണം വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിഡ്ത്തെന്ന് പറഞ്ഞാൽ ഒരു 4 ഇഞ്ച് ഏകദേശം വരും. അപ്പോൾ നമുക്കൊരു 4 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം, അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അടുപ്പിച്ചടുപ്പിച്ചാണ് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് വെക്കാം. ഞാനിപ്പോൾ നമ്മൾ എങ്ങനെയാണോ വെക്കുന്നത് അതൊന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. കറക്റ്റ് ആ ഒരു പോയിൻ്റ് വരുമ്പോൾ, അതായത് ആ മാർക്കിങ് വരുമ്പോൾ നമുക്ക് ആ പോട്ട്ലി ബട്ടൺ താഴേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സിംഗിൾ ഫൂട്ട് ഇട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ അത് അഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അതങ്ങനെ വെച്ചു എന്നുള്ളൂ. സിംഗിൾ ഫൂട്ട് ഇട്ടാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ഒരു എൻഡ് ഭാഗത്തോടെ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ ഒരു 4 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു സ്പേസ് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം കൂടെ ഒന്ന് വെച്ച് കൊടുത്തു. ആ എൻഡിലായിട്ട് ഒന്നുകൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ മൊത്തം ഒരു 5 എണ്ണം അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തില്ല അപ്പുറത്തെ സൈഡ്, അതുപോലെ തന്നെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് അധികം സ്റ്റിച്ചസ് ഒന്നും നമുക്ക് പുറമേ കാണാനില്ല. ഒരൊറ്റ സ്റ്റിച്ച് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ നെക്കിന് ലെങ്ത്ത് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് വേറെ ഒരു എക്സ്ട്രാ പീസ് വെച്ച് കൊടുക്കുക. അത് പാൻറ്റിൻ്റെ പീസായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇത് ടോപ്പ് മാത്രമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വേറെ പീസ് സെയിം കളറുള്ള മജന്ത കളറുള്ള വെച്ച് കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇല്ലാത്തതിനാൽ ഞാൻ ഇതിൻ്റെ തന്നെ ഒരു പീസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നമുക്കറിയാമല്ലോ സാധാരണ എടുക്കണേ. ഞാനിപ്പോൾ ഒരു 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. ആ 6.5 ഇഞ്ച് ലെങ്ത്തിൽ 2 സൈഡിലും ഒന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഈ പീസ് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുമായിരിക്കും നല്ലത്. ഞാനിതിപ്പോൾ ഒപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനിയിപ്പോൾ മാറിപ്പോകണ്ടല്ലോ എന്നും കരുതിയിട്ട് ആ ചോക്കും കൊണ്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു വരയുടെ മുകളിൽ കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തുടങ്ങുമ്പോഴും അത് അവസാനിപ്പിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണോടത്ത് നമ്മളൊരു ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് 2 സൈഡും 3 സൈഡും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.